ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. നഗരമധ്യത്തിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചിത്വ നഗരമായി വടക്കാഞ്ചേരിയെ മാറ്റുവാനുള്ള നഗരസഭയുടെ പ്രവൃത്തികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് അതിനെല്ലാം വിപരീതമായി സർക്കാർ ഓഫീസ് കോമ്പൗണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നത്. മാസങ്ങളായി പ്ലാസ്റ്റിക്കും കൊടിതോരണങ്ങളും ചപ്പുചവറുകളും ഉൾപ്പെടെ കൂടിക്കിടക്കുന്നത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നഗരസഭയും നടപടി എടുക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയം. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കിടക്കുന്ന മാലിന്യങ്ങൾ സിവിൽ സ്റ്റേഷൻ അധികൃതർ തന്നെ നീക്കം ചെയ്യണമെന്ന നിലപാടിലാണ് നഗരസഭ മാലിന്യം നീക്കും എന്ന വിശ്വാസത്തിലാണ് സിവിൽ സ്റ്റേഷൻ അധികൃതർ. ശുദ്ധജലത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള 2 ജലസ്രോതസ്സുകൾക്ക് നടുവിലായാണ് മാലിന്യ നിക്ഷേപം എന്നതും കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഇല കമ്പോസ്റ്റ് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ പ്ലാവിൽ നിന്ന് വീഴുന്ന ചക്കകൾ വാരിയിടുന്നതിനാൽ ഇവ ചീഞ്ഞളിഞ്ഞ് കൊതുകുകളും മറ്റും പെരുകുന്ന സാഹചര്യമുണ്ട്. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിന് മുന്നിൽ തന്നെ നഗരസഭയുടെ സ്വച്ഛ് സർവേഷന്റെ ബോർഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഇവ പ്രവൃത്തിയിൽ വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അടിയന്തരമായി മാലിന്യം നീക്കം ചെയ്യുവാൻ അധികാരികൾ തയ്യാറാകണമെന്ന് പൊതുപ്രവർത്തകനും ആം ആദ്മി പാർട്ടി ജില്ലാ കൌൺസിൽ അംഗവുമായ KV സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയാണ് മാലിന്യ കൂമ്പാരം നിക്ഷേപിച്ചിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഒരു പൊതു കിണറുണ്ട്. അതായത് ഇവിടുത്തെ ഓഫീസർമാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കിണറുണ്ട്, അതുപോലെ ഒരു ബോർവെൽ കിണറുണ്ട്. ഈ രണ്ടിൻ്റെയും നടുവിലായിട്ടാണ് ഇത്രയും മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുകൂടി കിടക്കുന്നത്. അത് പോരാത്തതല്ലേ കമ്പോസ്റ്റിൻ്റെ നഗരസഭ കമ്പോസ്റ്റ് യൂണിറ്റിൻ്റെ 1, 2, 3, 4, 5, 6 പാത്രങ്ങളുണ്ട്, ബിറ്റുകളുണ്ട്. അതിൽ കിടക്കുന്നത് മാലിന്യ ചക്കയാണ് കിടക്കുന്നത്. ആ മാലിന്യ ചക്ക കിടക്കാൻ പറഞ്ഞ് 2-3 ആഴ്ചയായി. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇതിനെ നീക്കം ചെയ്യാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ പാർട്ടിക്ക് പറയാനുള്ളത്. അത്രമാത്രം. VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.